ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. US-ഉമായുള്ള ന്യൂ സ്റ്റാർട്ട് അണ്വായുധ നിയന്ത്രണ കരാറിൽ നിന്നും പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യം റഷ്യ. US-ഉമായുള്ള ന്യൂ സ്റ്റാർട്ട് അണ്വായുധ നിയന്ത്രണ കരാറിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യം റഷ്യ. ഈ വർഷത്തെ ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് ബാഫ്റ്റ പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായ സിനിമ ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. ഈ വർഷത്തെ ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് ബാഫ്റ്റ പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായ സിനിമ ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്. സംവിധാനത്തിനുള്ള ഈ വർഷത്തെ ബാഫ്റ്റ പുരസ്കാരം നേടിയത് ആര്? എഡ്വേർഡ് ബർജർ. സംവിധാനത്തിനുള്ള ബാഫ്റ്റ പുരസ്കാരം ഈ വർഷം നേടിയത് എഡ്വേർഡ് ബർജർ. മികച്ച നടനുള്ള ഈ വർഷത്തെ ബാഫ്റ്റ പുരസ്കാരം നേടിയ താരം ഓസ്റ്റിൻ ബട്ട്ലർ. മികച്ച നടനുള്ള ഈ വർഷത്തെ ബാഫ്റ്റ പുരസ്കാരം നേടിയ താരം ഓസ്റ്റിൻ ബട്ട്ലർ. മികച്ച നടിക്കുള്ള ഈ വർഷത്തെ ബാഫ്റ്റ പുരസ്കാരം നേടിയത് കെയ്റ്റ് ബ്ലാൻഷെറ്റ്. മികച്ച നടിക്കുള്ള ഈ വർഷത്തെ ബാഫ്റ്റ പുരസ്കാരം കെയ്റ്റ് ബ്ലാൻഷെറ്റ്. 2023 തുർക്കി ഭൂകമ്പത്തിൽ അന്തരിച്ച ഘാന ഫുട്ബോൾ താരം ക്രിസ്റ്റ്യൻ അറ്റ്സു. 2023 തുർക്കി ഭൂകമ്പത്തിൽ അന്തരിച്ച ഘാന ഫുട്ബോൾ താരം ക്രിസ്റ്റ്യൻ അറ്റ്സു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയതിനുള്ള റെക്കോർഡ് കുറിച്ച താരം ബെൻ സ്റ്റോക്സ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയതിനുള്ള റെക്കോർഡ് കുറിച്ച താരം ബെൻ സ്റ്റോക്സ്. രാജ്യാന്തര ക്രിക്കറ്റിൽ അതിവേഗം 25,000 റൺസ് തികയ്ക്കുന്ന താരം വിരാട് കോഹ്ലി. രാജ്യാന്തര ക്രിക്കറ്റിൽ അതിവേഗം 25,000 റൺസ് തികയ്ക്കുന്ന താരം വിരാട് കോഹ്ലി. ലോറസ് കായിക പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പ്രൊജക്ട് സ്ലം സ്ലോക്കർ. ലോറസ് കായിക പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പ്രൊജക്ട് സ്ലം സോക്കർ. ലോകബാങ്കിൻ്റെ പ്രസിഡന്റായ ഇന്ത്യൻ വംശജൻ അജയ് ബാങ്ക. ലോകബാങ്കിൻ്റെ പ്രസിഡന്റായ ഇന്ത്യൻ വംശജൻ അജയ് ബാങ്ക. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എക്സ്റ്റേണൽ ഓഡിറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ഗിരീഷ് ചന്ദ്ര മുർമു. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എക്സ്റ്റേണൽ ഓഡിറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ഗിരീഷ് ചന്ദ്ര മുർമു. 2022-23 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീം സൗരാഷ്ട്ര. 2022-23 സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് നേടിയ ടീം സൗരാഷ്ട്ര. നീതി ആയോഗിൻ്റെ പുതിയ CEO BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ പുതിയ CEO BVR സുബ്രഹ്മണ്യം. വേൾഡ് ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ മലയാളി പരമേശ്വരൻ അയ്യർ. വേൾഡ് ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ മലയാളി പരമേശ്വരൻ അയ്യർ. ഇന്ത്യയിലെ ആദ്യ ചിപ്പ് നിർമ്മാണശാല നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ ചിപ്പ് നിർമ്മാണശാല നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൻ്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൻ്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധി പ്രസിദ്ധീകരിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധി പ്രസിദ്ധീകരിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. 2023 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് വി മധുസൂദനൻ നായർ. 2023 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം വി മധുസൂദനൻ നായർ. അടുത്തിടെ 38 കോടി രൂപയ്ക്ക് വിറ്റുപോയ രാജാ രവിവർമ്മയുടെ ചിത്രം യശോദയും കൃഷ്ണനും. അടുത്തിടെ 38 കോടി രൂപയ്ക്ക് വിറ്റുപോയ രാജാ രവിവർമ്മയുടെ ചിത്രം യശോദയും കൃഷ്ണനും. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.